നമസ്കാരം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മകൾ രംഗത്തെത്തി. തന്റെ അമ്മയ്ക്കെതിരെ ബാല ഉയർത്തുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും തനിക്ക് അച്ഛനെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ല എന്നും മകൾ വ്യക്തമാക്കി. അമ്മയുടെ നിർബന്ധപ്രകാരമല്ല ഇക്കാര്യം പറയുന്നതെന്നും മകളായ അവന്തിക പറയുന്നുണ്ട്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിയാൻ ശ്രമിച്ചുവെന്നും വെളിപ്പെടുത്തി. അമ്മ കൈവച്ച് തടഞ്ഞതുകൊണ്ടാണ് തനിക്കൊന്നും സംഭവിക്കാതിരുന്നതെന്നും മകൾ പറഞ്ഞു. തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം താൻ സന്തോഷവതിയാണെന്നും കുട്ടി വ്യക്തമാക്കി. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴും യൂട്യൂബിൽ നോക്കുമ്പോഴും എന്നെയും എൻ്റെ അമ്മയെയും പറ്റി വ്യാജ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വരെ ചോദിക്കും, അവർ പറയുന്നത് സത്യമാണോ, ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ. എനിക്കതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പലരും വ്യാജ വാർത്തകൾ നൽകുകയാണ്. എൻ്റെ അമ്മ മോശക്കാരിയാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും സത്യമല്ല. അതേസമയം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മകളുടെ വീഡിയോയ്ക്ക് പിന്നാലെ പ്രതികരണവുമായി നടൻ ബാലയും രംഗത്തെത്തി. മകളോട് തർക്കിക്കാനില്ല എന്നും തോറ്റു കൊടുക്കുകയാണെന്നും ബാല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കി. മൈ ഫാദർ എന്ന് പറഞ്ഞതിനും മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത്. അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറയുന്നു. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അച്ഛൻ ആണല്ല എന്നും ഇനി തൊട്ട് ഞാൻ വരില്ല എന്നും ബാല പറഞ്ഞു. ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോൾ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നിർബന്ധത്തിൻ്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്ന് തന്നെ എൻ്റെ മുഖത്തു നോക്കി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അച്ഛൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം എന്ന ഉപദേശങ്ങളും നടൻ മകൾക്ക് നൽകുന്നുണ്ട്. അതേസമയം വിവാഹമോചനത്തിന് ശേഷം മകളെ കാണാൻ പോലും മുൻ ഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ല എന്ന് തൻ്റെ മകളിൽ നിന്നും തന്നെ അകറ്റുകയാണെന്നും പലപ്പോഴായി ബാല ആരോപിച്ചിരുന്നു. അച്ഛനെന്ന തൻ്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ ഒരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു.